അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ഇന്ന് പെസഹ വ്യാഴം ആചരിക്കുകയാണ്. യേശു തന്റെ ശിഷ്യന്മാരുടെ കാൽ കഴുകി ചുംബിച്ചതിന്റെ സ്മരണാർത്ഥം ദേവാലയങ്ങളിൽ നടക്കുന്ന കാൽ കഴുകൽ ശുശ്രൂഷയാണ് പ്രധാന ചടങ്ങ്. വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം കൂടിയാണ് പെസഹ ദിനം. യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നതിന്റെ തലേ ദിവസം തന്റെ 12 ശിഷ്യന്മാർക്കൊപ്പം അന്ത്യ അത്താഴം കഴിച്ച ദിവസം വിശുദ്ധ നാളായാണ് ക്രൈസ്തവർ ആചരിക്കുന്നത്. ഇതെന്റെ രക്തവും ശരീരവുമാകുന്നു എന്ന് പറഞ്ഞ അപ്പവും വീഞ്ഞും ശിഷ്യർക്ക് പകുത്തു നൽകി വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം കൂടിയാണ് പെസഹ ദിനം. ദേവാലയങ്ങളിൽ ഞായറാഴ്ചകളിൽ കുർബാന അനുഷ്ഠിക്കുന്നത് ഇതിന്റെ തുടർച്ചയായാണ്. അന്ത്യ അത്താഴത്തിന് തൊട്ടു മുമ്പായി യേശു ശിഷ്യരുടെ കാൽ കഴുകിയതിനെ അനുസ്മരിച്ച് നടക്കുന്ന കാൽ കഴുകൽ ശുശ്രൂഷ പെസഹ ദിനത്തിലെ പ്രധാന ചടങ്ങാണ്. പള്ളികളുടെ കീഴിലെ ഇടവകയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന 12 പേരുടെ കാൽപാദം പുരോഹിതൻ കഴുകി ചുംബിക്കുന്നതാണ് ചടങ്ങ്. യേശു തന്റെ ശിഷ്യരുടെ കാൽ കഴുകി ചുംബിച്ചതിലൂടെ എളിമയുടെ സന്ദേശമാണ് ലോകത്തിന് നൽകിയതെന്ന് ക്രൈസ്തവർ വിശ്വസിക്കുന്നു. അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കലായി അപ്പം മുറിക്കൽ ശുശ്രൂഷയ്ക്കായി കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കൂടും. എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങളിലും പെസഹ ദിനത്തിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടക്കുകയാണ്. പീഡാനുഭവത്തിന്റെ ഓർമ്മ പുതുക്കി കുരിശിന്റെ വഴി ചടങ്ങുകളും പള്ളികളിലുണ്ടാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.